പ്രിയപ്പെട്ട ഫലസ്തീനിലെ കുഞ്ഞുമക്കളുടെ ദയനീയമായ മുഖങ്ങൾ നമ്മുടെയൊക്കെ രംഗങ്ങളിലുണ്ട്, നമ്മുടെയൊക്കെ കണ്ണുകളിലുണ്ട്. ഒരുപക്ഷെ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം നമ്മൾ ചെയ്തിട്ടുണ്ടോ എന്ന് ഒന്നുകൂടി വിലയിരുത്തുക. ആ സങ്കട കഥകളെല്ലാം കാണുമ്പോഴും സ്റ്റാറ്റസ് വെക്കുമ്പോഴും ഒരിക്കലെങ്കിലും നമ്മൾ മനമുരുകി കരഞ്ഞുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടോ? എങ്കിൽ നമ്മൾ അവരെ സഹായിച്ചിട്ടുണ്ടെന്നാണ്. നമ്മുടെ തഹജ്ജുദ് കഴിഞ്ഞപ്പോൾ തഹജ്ജുദിന്റെ ഇടയിൽ എവിടെയെങ്കിലും അവർക്ക് വേണ്ടി ഒരു തേങ്ങിയ പ്രാർത്ഥന നമ്മൾ നടത്തിയിട്ടുണ്ടോ? നമ്മൾ ഫലസ്തീനികളെ സഹായിച്ചവരാണ്. നമ്മുടെ നാട്ടിൽ നടക്കുന്ന പ്രതിഷേധങ്ങൾ ലോകം അറിയട്ടെ, പ്രതിഷേധങ്ങളിൽ നമ്മുടെയും പങ്കാളിത്തം ഉണ്ടാകേണ്ടതുണ്ട്. എന്നാൽ ചില സ്റ്റാറ്റസുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. അവർ ഗസയുടെ വിശപ്പിന്റെ പ്രയാസങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടുള്ള സ്റ്റാറ്റസാണ്. അതേ ആളുകൾ ആഡംബര കല്യാണത്തിലുണ്ട്, അവർ ലക്ഷറിയായി അടിപൊളിയായി ഹോട്ടലുകളിൽ മനോഹരമായി ഫുഡ് അടിച്ച് അതെല്ലാവർക്കും ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, വീട്ടിൽ തീറ്റ കൊണ്ട് പൊടി പൊടിക്കുന്നുണ്ട്. പക്ഷേ ഗസയിലെ ഫലസ്തീനിന്റെ വിശപ്പാണ് അവൻ്റെ സ്റ്റാറ്റസ് വീഡിയോകളെങ്കിൽ അയാളും ആ വിഷയവും തമ്മിൽ തീരെ ബന്ധമില്ല എന്ന് തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല ഫലസ്തീനിന് പൂർണ്ണമായ സുരക്ഷിതമായ സമാധാനത്തിൻ്റെ നാളുകൾ എത്രയും പെട്ടെന്ന് അള്ളാഹുവെ നീ നൽകണേ റഹ്മാനെ.